Dear students, you all know what is meant by engineering mechanics. You have studied about the analysis of forces in engineering mechanics. Right now, we are going to deal with mechanics of solids. So, what will be mechanics of solids? Here, on the application of force on a body, what is happening to the body? That is what is you are going to study in mechanics of solids. That means whenever you apply a force on a body, you are going to study the behavior of the body. Okay, so this is meant by mechanics of solids. So ഒരു ഫോഴ്സ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക ബോഡിക്ക്? ആ ബോഡിയിൽ ഒരു ഡീഫോർമേഷൻ ഉണ്ടാവാം അല്ലേ? ആ ഡീഫോർമേഷനെയാണ് നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ പഠിക്കുക. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഒരു സ്പോഞ്ച് നമ്മൾ എടുക്കുക, ഒരു നല്ല കട്ടിയുള്ള സ്പോഞ്ച് നമ്മൾ എടുക്കുകയാണെന്ന് വെച്ചോ. ആ സ്പോഞ്ച് നിങ്ങൾ ടേബിളിൽ വെച്ചിട്ട് നിങ്ങളുടെ കൈ വെച്ച് പ്രസ് ചെയ്താൽ എന്ത് സംഭവിക്കും? അത് കുഴിഞ്ഞു പോകും അല്ലേ? നമ്മൾ കൈ റിമൂവ് ചെയ്താലോ അത് തിരിച്ച് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് വരും. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ അത് എങ്ങനെയാണ് അത് ബിഹേവ് ചെയ്യുന്നത് അത് പഠിക്കുന്നതിനെയാണ് നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. വെൻ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ എ ബോഡി, ദ ബോഡി വിൽ ടെൻഡ് ടു അണ്ടർഗോ സം ഡീഫോർമേഷൻ. പക്ഷേ ഈ സ്പോഞ്ച് എങ്ങനെ തിരിച്ച് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് വരുന്നത്? ആ സ്പോഞ്ചിൻ്റെ മെറ്റീരിയൽ തമ്മിലൊരു കൊഹഷൻ ഉണ്ട്. കൊഹഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, അത് തമ്മിലുള്ളൊരു ബോണ്ടിങ്. ആ ബോണ്ടിങ് ആണ് ഈ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് അത് തിരിച്ച് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് വരുന്നത്. സോ ഇതിനെയാണ് നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ പഠിക്കുന്നത്. ഓക്കെ, സോ ഇഫ് ദി ഡിഫോർമേഷൻ വാനിഷസ് ആസ് എ ലോഡ് ഇസ് റിമൂവ്ഡ്, ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇലാസ്റ്റിക് ഡിഫോർമേഷൻ. അതായത് സ്പോഞ്ചിൻ്റെ കേസിൽ ഇലാസ്റ്റിക് ഡിഫോർമേഷനാണ്. സോ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസും ഇലാസ്റ്റിക് ആണെന്ന് അസ്യൂം ചെയ്യാണ്. ആക്ച്വലി അല്ല, ഇവിടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ നമ്മളങ്ങനെ അസ്യൂം ചെയ്തിട്ട് ആണ് ചെയ്യുന്നത്. ഓക്കെ, പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി എന്തൊക്കെ ടൈപ്പ് ഫോഴ്സസ് ആണ് ഈ ബോഡീസിൽ ആക്ട് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനെ നമ്മൾ ടൈപ്പ് ഓഫ് ലോഡിങ് എന്ന് പറയും. ഓക്കെ, സോ ആക്ച്വലി സെയിങ് ദർ ആർ 5 ഫണ്ടമെൻ്റൽ ടൈപ്പ് ഓഫ് ലോഡിങ് കണ്ടീഷൻസ്. ഓക്കെ, സോ ഇതിന് നമ്മൾ ടെൻഷൻ, കംപ്രഷൻ, ബെൻഡിങ്, ഷിയർ ആൻഡ് ടോർഷൻ എന്നാണ് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് 2 കേസ് നിങ്ങൾക്ക് മനസ്സിലാവും. ടെൻഷനും കംപ്രഷനും എന്താണ്? ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ബോഡിക്ക് ഒരു ഇലോങ്ങേഷൻ അല്ലെങ്കിൽ 2 സൈഡിൽ നിന്ന് പുള്ളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ടെൻഷൻ എന്ന് പറയുന്നത് അല്ലേ? സോ അതിനൊരു എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് പറയാം. ഇവിടെ ഒരു ഡയഗ്രം ഞാൻ കാണിച്ചിട്ടുണ്ട്. സോ ആ ഡയഗ്രം ഒന്ന് നോക്കാം. ഇവിടെ ഏറ്റവും ലെഫ്റ്റ് സൈഡ് കൊടുത്തേക്കുന്നതാണ് ഒരു ബോഡി. ഓക്കെ, ഒരു തീപ്പെട്ടി കൂട് പോലുള്ള മാച്ച് ബോക്സ് ഉണ്ടല്ലോ, അതുപോലുള്ളൊരു ബോക്സാണ് ഈ വെച്ചേക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒറിജിനൽ ഷേപ്പും സൈസും. ഇതിൽ നമ്മൾ 2 എഡ്ജിൽ, അതായത് ടോപ്പും ബോട്ടം എഡ്ജിൽ നമ്മളൊരു പുള്ള് കൊടുക്കുകയാണ്. പുള്ള് എന്ന് പറഞ്ഞാൽ വലിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ ലെങ്ത്ത് കൂടാൻ അല്ലെങ്കിൽ ഇത് എലോങ്ങേറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും. സോ ഈ ടൈപ്പ് ഓഫ് ലോഡിങ്ങിനാണ് ടെൻസൈൽ ലോഡിംഗ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ഡയഗ്രം നോക്കും. തേർഡ് ഡയഗ്രം ഇവിടെ. തേർഡ് ഡയഗ്രം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബോഡിയിൽ നമ്മളൊരു പുഷ് കൊടുക്കുകയാണ്. 2 സൈഡ് ടോപ്പ് ആൻഡ് ബോട്ടത്തിൽ നിന്ന് ഒരു പുഷ് കൊടുക്കുകയാണ്. പുഷ് കൊടുക്കുമ്പോഴത്തേന് ഇതിൻ്റെ സൈസ് കംപ്രസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി തേർഡ് ടൈപ്പിൽ നമ്മൾ ഒരു സൈഡിൽ നിന്ന് തന്നെ ഇത് നോക്കുക, 2 എഡ്ജിലും ഒരു ആരോ മാർക്ക് ഇവിടെ ശ്രദ്ധിക്കുക കൊടുക്കുകയാണ്. ഇതിനെ നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേന് ഈ ബോഡി എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു കർവേച്ചർ വരുന്നുണ്ടോ, വളഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു വളവ് വരികയാണെങ്കിൽ ഇതിൻ്റെ ലോഡിങ്ങിനെ നമ്മൾ ബെൻഡിങ് എന്നാണ് പറയുക. ബെൻഡിങ്. ഓക്കെ, അത് ബെൻഡായി. ഓക്കെ, അപ്പോൾ ഈ ബെൻഡിങ് റിസൾട്ട്സ് ഇൻ കംപ്രസിങ് ദ മെറ്റീരിയൽ ഓൺ വൺ സൈഡ് ആൻഡ് സ്ട്രെച്ചിങ് ഇറ്റ് ഓൺ ദി അതർ സൈഡ്. അതെങ്ങനെ നോക്കിയേ? ഇപ്പോൾ ഇത് ബെൻഡായിരിക്കുമ്പോഴത്തേന് ഞാനിപ്പോൾ ഈ കേസർ കൊണ്ടുപോകുന്ന ഭാഗം, അതായത് കോൺഗിവിറ്റി, ഈ കോൺഗിവിറ്റി ഉള്ള ഭാഗത്ത് ആക്ച്വലി കംപ്രഷനാണ് വരിക. ഓക്കെ, അതേസമയം ഈ കോൺവെക്സിറ്റി ഉള്ള സ്ഥലത്ത് നല്ല ടെൻസൈൽ ഫോഴ്സസാണ് ആക്ട് ചെയ്യുന്നത്. സോ ബെൻഡിങ് കോസസ് കംപ്രഷൻ ആൻഡ് ടെൻഷൻ ഓൺ എയ്തർ സൈഡ് ഓഫ് ദി ബോഡി. ഓക്കെ, ഇനി അടുത്ത ഡയഗ്രം നോക്കുക. അടുത്ത ഡയഗ്രത്തിൻ്റെ അകത്ത് എന്താണെന്ന് നോക്കുക, എന്ത് ടൈപ്പ് ഓഫ് ലോഡിംഗ് ആണെന്ന് നോക്കുക. ഇതിന് നമ്മൾ ഷിയർ ലോഡിംഗ് എന്ന് പറയും. ഇവിടെ നോക്കൂ, ഈ ബോക്സിൻ്റെ മിഡിൽ പ്ലെയിൻ ഞാൻ കൺസിഡർ ചെയ്യാണ്. ഈ മിഡിൽ പ്ലെയിൻ്റെ തൊട്ട് താഴെയുള്ള പോർഷൻ ഞാൻ റൈറ്റിലേക്കും തൊട്ട് മുകളിലുള്ള പോർഷനിൽ ലെഫ്റ്റിലേക്കും ലോഡ് കൊടുക്കുകയെന്ന് വെച്ചോ. ഈ ആരോ മാർക്ക് ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പീസ് മറ്റേ പീസിന് ക്രോസ് ആയിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതായത് ഷിയർ ഇൻവോൾവ്സ് അപ്ലൈയിങ് എ ലോഡ് പാരലൽ ടു എ പ്ലെയിൻ. ഓക്കെ, ലോഡ് ഈസ് അപ്ലൈഡ് പാരലൽ ടു എ പ്ലെയിൻ വിച്ച് കോസസ് ദി മെറ്റീരിയൽ on one side of the plane to
slide across the material on the other side. ഇവിടെ കണ്ടോ, ബോട്ടം പീസ് അവിടെ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു, അപ്പോൾ ടോപ്പ് പീസാണ് സ്ലൈഡ് ചെയ്യുക, അല്ലെങ്കിൽ രണ്ട് പീസും സ്ലൈഡ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യും. ഇതിനാണ് നമ്മൾ ഷിയർ ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ഡയഗ്രം നോക്കുക. ഇത് നമുക്കിവിടെ കാണുമ്പോൾ തന്നെ അറിയാം, ഇത് ട്വിസ്റ്റ് ചെയ്തേക്കാണ്. സോ ഇതിന് നമ്മൾ ടോർഷണൽ ലോഡിംഗ് എന്ന് പറയും. ഇതിനൊരു എക്സാമ്പിൾ, നമ്മൾ കയറ് പിരിക്കില്ലേ, കയറ് നമ്മൾ ഇങ്ങനെ പിരിക്കുമ്പോഴത്തേനും ട്വിസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഇതേപോലെ അതിൻ്റെ ഫൈബേഴ്സൊക്കെ ട്വിസ്റ്റായി വരും. ഇതിനാണ് നമ്മൾ ടോർഷണൽ ലോഡിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് കോസസ് ട്വിസ്റ്റിംഗ് ഇൻ ദ മെറ്റീരിയൽ. So what are the 5 types of loads? First one was tensile loading, second one compressive loading, third one bending. Okay, bending സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഒരു സൈഡിൽ കംപ്രഷൻ മറ്റേ സൈഡിൽ ടെൻഷൻ വരും. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് വൺ is shear loading. Shear loading is forces will be applying parallel to a plane and one piece will be sliding over the other. Then last one is torsional loading. Torsional means twisting ആണ്. Okay, twisting in the material. Okay, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്കൊരു ചെറിയ കാര്യം കൂടെ മനസ്സിലാക്കാനുണ്ട്. മെത്തേഡ് ഓഫ് സെക്ഷൻസ് എന്ന് പറയും. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ സ്ട്രെസ്സൊക്കെ എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പോർഷനാണിത്. ഇതൊരു മെത്തേഡാണ്, നമ്മൾ അനാലിസിസിൻ്റെ മെത്തേഡാണ്. ഓക്കെ, അതെന്താണെന്നാണ് പറയാൻ പോകുന്നത്. സോ സപ്പോസ് ദാറ്റ് വി ഹാവ് എ ബോഡി ആസ് ഷോൺ ഇൻ ഫിഗർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫിഗർ ഞാൻ കാണിച്ചിട്ടുണ്ട്. സോ ജസ്റ്റ് വായിക്കാം. കൺസിഡർ എ ബോഡി സബ്ജക്റ്റഡ് ടു ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആസ് ഷോൺ ഇൻ ഫിഗർ. സോ ദിസ് ബോഡി ഈസ് കൺസിഡേർഡ് ടു ബി ഇൻ ഈക്വിലിബ്രിയം. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് ഈ ബോഡിയിൽ നമ്മുടെ ഡയഗ്രാം കാണിക്കാം. ഈ ലെഫ്റ്റ് സൈഡിൽ കണയെന്ന് പറഞ്ഞ ഡയഗ്രമാണ്, ഒരു ആർബിട്രറി ഷേപ്പിലൊരു ബോഡി. സോ ഈ ബോഡിയിൽ കുറേ ഫോഴ്സസ് അവിടെ ഇവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ഈ ഫോഴ്സൊക്കെ അപ്ലൈ ചെയ്തിട്ടും ഈ ബോഡി ഈക്വിലിബ്രിയത്തിലാണെന്നാണ്. സോ ഈക്വിലിബ്രിയം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മൾ ലാസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. സോ ഈ ബോഡി അനങ്ങുന്നേ ഇല്ല. അണ്ടർ ദി ആക്ഷൻ ഓഫ് സോ മെനി ഫോഴ്സസ് ആൻഡ് മൊമെൻറ്റ്സ് ഇറ്റ് ഈസ് സ്റ്റിൽ അറ്റ് ദ സെയിം പ്ലേസ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഈക്വിലിബ്രിയം. ഓക്കെ, സോ ഈ ഈക്വിലിബ്രിയം കണ്ടീഷനിലിരിക്കുന്ന ബോഡിയുടെ അകത്ത് എവിടെയെങ്കിലുമൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ എന്നറിയാമോ? ഇതിപ്പം പുറത്താണ് നമ്മൾ ഈ കാണിച്ചേക്കുന്നത് അല്ലേ, പക്ഷേ ഇതിൻ്റെ അകത്തും ഫോഴ്സ് ആക്ട് ചെയ്യും. അതായത് പുറത്ത് ഇത്രയും ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എവറി പാർട്ട് ഓഫ് ദിസ് body will be acted upon by so many forces inside. Okay, those forces are known as internal forces. Okay, internal forces അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാൻ പോകണം. ഇവിടെ ഒരു സെക്ഷൻ പ്ലെയിൻ ഞാൻ കൺസിഡർ ചെയ്തിട്ട് ആ ബോഡീനെ 2 പീസാക്കി, എന്നിട്ട് മുകളിലത്തെ പീസിനെ ഞാൻ അങ്ങ് മാറ്റിക്കളഞ്ഞു. സോ വി ക്യാൻ സീ ദ ബോട്ടം പീസ് ഓഫ് ദി ബോഡി. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നോക്ക്, ഈ അടിയിൽ 3 ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തത് അതേപടി തന്നെ ഉണ്ട്. അപ്പോൾ ഈ കട്ട് ചെയ്ത പോർഷനിൽ ഞാൻ ഇവിടെ കുറച്ച് ഫോഴ്സസ് കാണിച്ചിട്ടുണ്ട് ഈ സെക്ഷൻ പ്ലെയിനിൽ. അതെന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് നമ്മൾ ഈ ബോഡിയിൽ കുറേ എക്സ്റ്റേണൽ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഫോഴ്സസ് കാരണം ഇതിൻ്റെ അകത്ത് കുറേ ഇൻറ്റേർണൽ ഫോഴ്സസ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ സെക്ഷൻ കട്ട് ചെയ്തപ്പം ആ ഇൻറ്റേർണൽ ഫോഴ്സസ് എല്ലാം പുറത്തേക്ക് ആക്ട് ചെയ്യാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡി ഇപ്പോഴും ഈക്വിലിബ്രിയത്തിലാണ്. സോ ഇതിപ്പോഴും ഈക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ഈ അടിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഈ പ്ലെയിനിൽ കുറേ ഫോഴ്സസ് ആക്ട് ചെയ്യണം. മനസ്സിലായോ? സോ ഈ ബോഡീനെ ഈക്വിലിബ്രിയത്തിലാക്കാൻ വേണ്ടിയിട്ട് ഈ എക്സ്റ്റേണൽ ലോഡ്സിനെ ബാലൻസ് ചെയ്യാൻ ദർ ഷുഡ് ബി സം ഇൻറ്റേർണൽ ഫോഴ്സസ് ആക്ടിങ് ഹിയർ. Now these internal forces are considered as external forces itself. Okay, അപ്പോൾ again since the body is in equilibrium we can apply all the conditions of equilibrium. What are the conditions of equilibrium? Sigma F equal to 0 and sigma M equal to 0. എന്താ ഇതിൻ്റെ മീനിങ്? Sum of all the forces acting on the body and sum of all the moments acting on the body will be equal to 0. സോ ഈ 2 കണ്ടീഷനും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന അൺനോൺ ഫോഴ്സസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ആ ഡയഗ്രാം സെക്ഷൻ ചെയ്ത് കഴിഞ്ഞുള്ള ഡയഗ്രത്തിനെ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം എന്നാണ് പറയുന്നത്. അതായത് ദീസ് ഫോഴ്സസ് ആർ ഈക്വലൻ ടു ദ ഇൻറ്റേർണൽ ഫോഴ്സസ് ആക്ടിങ് വിത്തിൻ ദ ബോഡി എന്നാണ്. അത് നേരത്തെ ഞാൻ ഡയഗ്രത്തിൽ കാണിച്ചതാണ്. ഓക്കെ, സോ ദിസ് ഫിഗർ ഈസ് കോൾഡ് ദ ഫ്രീ ബോഡി ഡയഗ്രാം. ഓക്കെ, so the approach of solving problems in MOS using this method of sections is explained here. Okay, മനസ്സിലായോ ഞാൻ കാണിച്ചത്? അപ്പോൾ ഈ ഫ്രീ ബോഡി ഡയഗ്രാം കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇക്വേഷൻസ് ഓഫ് ഈക്വിലിബ്രിയം വെച്ചിട്ട് എല്ലാ അൺനോൺ ഫോഴ്സസും സോൾവ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. സോ ഒന്നും കൂടെ പറയാം. എന്താ സംഭവിച്ചത്? നമുക്ക് ഇവിടെ ഒരു ബോഡി ഉണ്ടായിരുന്നു, ബോഡിയിൽ കുറേ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു.
ആ ബോഡിനെ നമ്മളൊരു സെക്ഷൻ ചെയ്ത് ഒരു പീസ് കളഞ്ഞു, മറ്റേ പീസ് മാത്രം എടുത്തു. അപ്പോൾ ഈ ബോഡി ആക്ച്വലി ഈക്വിലിബ്രിയത്തിലായിരുന്നുകൊണ്ട് ഈ സെക്ഷൻ ചെയ്ത പീസും ഈക്വിലിബ്രിയത്തിൽ തന്നെ ആയിരിക്കും. സോ ഇത് ഈക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ഈ 3 ഫോഴ്സിനെ ബാലൻസ് ചെയ്യാൻ ഇവിടെ 3 ഫോഴ്സ് ആക്ട് ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ ഡയറക്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കണ്ട, ഇവിടെ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും ഇവിടെ ഡയറക്ഷൻ വരിക. ഓക്കെ, സോ എങ്ങനെ വരച്ചാലും കുഴപ്പമില്ല. അനാലിസിസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ കറക്റ്റാണ് ഡയറക്ഷൻ എടുത്തെങ്കിൽ പോസിറ്റീവായിട്ട് ആൻസർ കിട്ടും. ഓക്കെ, സോ നമുക്ക് സിഗ്മ എഫ് എക്സ്, സിഗ്മ എഫ് വൈ ആൻഡ് സിഗ്മ എം അബൌട്ട് എനി പോയിൻറ്റ് ഈക്വൽ ടു 0 ഈ 3 ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഇവിടെയുള്ള എല്ലാ അൺനോൺ ഫോഴ്സസിനെ കണ്ടുപിടിക്കാം. സോ ഇതാണ് മെത്തേഡ് ഓഫ് സെക്ഷൻസ് എന്ന് പറയുന്നത്. സോ വിൽ ബി യൂസിങ് these methods. Okay, so ഇതാണ് നമ്മളുടെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ. വാട്ട് ഈസ് ദ യൂസ് ഓഫ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്. ഓക്കെ.